+1 അലോട്ട്മെന്റിന് മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഒന്നാമതായിട്ട് +1 അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ സർക്കുലറും നമ്മൾ അറിയാൻ സഹായിക്കുന്ന വെബ്സൈറ്റാണ് HSCAP. HSCAPിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ അടക്കമുള്ള ആളുകൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ HSCAP എന്നുള്ള വെബ്സൈറ്റ് ഓർത്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് അതെന്ത് ചെയ്യുമെന്ന് വിസിറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മിക്കവാറും നിങ്ങൾ അക്ഷയ അല്ലെങ്കിൽ ഇതിന് കമ്പ്യൂട്ടർ സെന്റർ വഴി ആയിരിക്കും മിക്കവാറും നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും തരും, ക്യാപ് ഐഡിയും പാസ്വേഡും തരും. ആ ക്യാപ് ഐഡിയും പാസ്വേഡും ഒരു കാരണവശാൽ നിങ്ങൾ മറക്കരുത്. അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നവരെ നിങ്ങൾ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കഴിയുന്നവരെ നമുക്ക് ആ യൂസർ ഐഡിയും പാസ്വേഡും ആവശ്യമുണ്ട്. അത് മറന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്യുകയോ എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയോ ചെയ്ത് കറക്റ്റായിട്ട് സെറ്റാക്കി വെക്കുക. ഒരു കാരണവശാലും ആ ക്യാപ് ഐഡിയും പാസ്വേഡും മറക്കരുത്. മൂന്നാമതായിട്ട് +1 ഏത് സ്കൂൾ ഏത് സ്ട്രീം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് ചാടിക്കയറി തിരഞ്ഞെടുക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന സ്ട്രീമാണോ, നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്കൂളാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക കേട്ടോ. പിന്നെ +1 അലോട്ട്മെന്റിൽ ചാടിക്കയറി കുറേ സ്കൂൾ കൊടുക്കാതെ നിങ്ങൾക്ക് ഓക്കെ ആയ സ്കൂളും നിങ്ങൾക്ക് ഓക്കെ ആയ സ്ട്രീമും മാത്രം കൊടുക്കുക. ചില ആളുകൾ പറയും കുറേ സ്കൂൾ കൊടുത്തിട്ട് അപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ കുറേ സ്കൂൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്ത് എത്താൻ പറ്റാത്ത, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സ്കൂളും സ്ട്രീമും അതിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ പിന്നെ ഭാവിയിൽ ട്രാൻസ്ഫർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സ്ട്രീമും സ്കൂളും എത്രയുണ്ടെങ്കിലും അത് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. പിന്നെ അലോട്ട്മെന്റ് സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ പലർക്കും പല സംശയമുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കരുതി വെക്കണം കേട്ടോ. ഒന്ന്, നിങ്ങൾ സ്കൂൾ ഏതെങ്കിലും ക്ലബ്ബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, കലോത്സവം, ആർട്സ്, സ്പോർട്സ് പോലുള്ള ഡിസ്ട്രിക്ട് ലെവൽ മുതൽ മുകളിലേക്ക് പങ്കെടുത്ത ആളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറി പെട്ട ഒരാളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമുക്കൊന്ന് ആവശ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കയ്യിൽ കരുതി വെക്കുക. ബാക്കി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. എന്നാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കൈമുവെക്കുക. പിന്നെ SSLC മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ അലോട്ട്മെന്റ് ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ അലോട്ട്മെന്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതനുസരിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്നാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, എന്നാണ് ട്രയൽ അലോട്ട്മെന്റ്, എല്ലാ കാര്യങ്ങളും HSCAPൽ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.